KCBCയുടെ വർഷകാല സമ്മേളനം എറണാകുളത്തെ പാലാരിവട്ടത്ത് POC സഭാസ്ഥാനത്ത് വെച്ച് ഇന്ന് ആരംഭിക്കുകയാണ്. ജൂൺ 2, 3, 4 തീയതികളിൽ നടക്കുന്ന ഈ ഒരു സമ്മേളനത്തിൽ കേരളത്തിലെ എല്ലാ മെത്രാന്മാരും 3 റീത്തുകളിൽ നിന്നുള്ള എല്ലാ മെത്രാന്മാരും തന്നെ ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. പ്രത്യേകിച്ച് സഭാപരമായും സാമൂഹികപരമായുള്ള നിർണായക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും നിലപാടെടുക്കുകയും കൂടി ചെയ്യുന്ന ഒരു സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ പുതിയ സർക്കാർ അധികാരത്തിലേറി കുറച്ച് നാളുകൾ തന്നെ ആവുന്നുള്ളൂ. JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, മലയോര കർഷകരുടെ പ്രശ്നം, തീരദേശ പ്രശ്നം, അങ്ങനെ നിരവധി വിഷയങ്ങൾ സാമൂഹികപരമായും ഈ ഒരു സമ്മേളനത്തിലേക്ക് ചർച്ചയിലേക്കെത്തും. എന്നോടുകൂടെ ഇപ്പോൾ KCBCയുടെ ഡെപ്യൂട്ടി സെക്രട്ടറിയായ തോമസ് തറയിൽ അച്ഛൻ ഉണ്ട്. അച്ഛാ, KCBC സമ്മേളനം 2, 3, 4 തീയതികളിലായിട്ട് നടക്കുകയാണ്. പിതാക്കന്മാരെല്ലാം ഇവിടെ ഇപ്പോൾ ഈ ഒരു സഭാസ്ഥാനത്ത് POC ആസ്ഥാനത്തുണ്ട്. എത്രത്തോളം പ്രാധാന്യമാണ് ഈ ഒരു വർഷകാല സമ്മേളനം? KCBCയുടെ വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. വർഷകാല സമ്മേളനത്തിൻ്റെ ആരംഭം രാവിലെ, ഇന്ന് 2-ാം തീയതി രാവിലെ കേരളത്തിലെ സന്യാസ സഭകളുടെ മേജർ സുപ്പീരിയേഴ്സുമായിട്ട് KCMS എന്ന് പറയുന്ന സംഘടനയുണ്ട്. സന്യാസ സമൂഹങ്ങളുടെ മേജർ സുപ്പീരിയേഴ്സുമായിട്ട് KCBCയിലെ പിതാക്കന്മാർ സംയുക്ത യോഗം ഉണ്ടായിരുന്നു. ഉച്ചവരെ അത് കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് KCBCയുടെ സമ്മേളനം ആരംഭിക്കും. ഇത് റെഗുലറായിട്ട് നടക്കുന്ന സമ്മേളനമാണ്. എങ്കിൽ തന്നെയും ഇപ്പോഴത്തെ പ്രത്യേക സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ സഭയെയും സമൂഹത്തെയും ഒക്കെ ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങൾ ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമായി തീരും. 4-ാം തീയതി ഉച്ചവരെയാണ് KCBCയുടെ സമ്മേളനം നടക്കുന്നത്. അപ്പോൾ ഇന്ന് പിതാക്കന്മാരെല്ലാവരും തന്നെ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് സമ്മേളനം തുടരുന്നതാണ്. എത്രത്തോളം പ്രാധാന്യമുണ്ട് പുതിയൊരു സർക്കാർ കേരളത്തിൽ ഇപ്പോൾ നിലയിൽ വന്നിരിക്കുകയാണ്? ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് JB കോശി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ പ്രാവർത്തികമാക്കേണ്ടത് ഈ ഒരു സർക്കാരാണ്, ഈ ഒരു വിഷയം. ഒപ്പം മലയോര പ്രദേശത്തുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ മുനമ്പം വിഷയം, ഇതെല്ലാം ഇപ്പോഴും ഒരു ചർച്ചാ വിഷയമായി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിനിടയിലാണ് ഇപ്പോൾ KCBC കൂടുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സഭയുടെ നിലപാട് വ്യക്തമാക്കുമോ? തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ സഭയുടെ പൊതുവായ നിലപാടുകൾ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തുകയും ആ നിലപാടുകളുമായിട്ട് KCBCയുടെ ഒരു സംഘം പുതിയ സർക്കാരിനെ, മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുകയും സഭയുടെ വിഷയങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും മന്ത്രിസഭയെ അറിയിക്കുകയും ചെയ്യുവാനായിട്ട് തീരുമാനമുണ്ട്. ചർച്ചയിലുണ്ടാകുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്ന വിഷയങ്ങളാണ്. ഏറെ പ്രത്യേകിച്ച് JB കോശി കമ്മീഷൻ്റെ നടപ്പിലാക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നതേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു വരാനുള്ള സമയം ഉണ്ടാവണം. എങ്കിൽ തന്നെയും തുടക്കത്തിൽ തന്നെ സർക്കാരുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുവാനാണ് സഭ ആഗ്രഹിക്കുന്നത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനായിട്ട് അത് സഭയുമായി ചേർന്ന് ചർച്ച ചെയ്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങൾ സർക്കാരിന് മുമ്പിൽ വയ്ക്കുമോ ഈ വിഷയം? തീർച്ചയായിട്ടും സർക്കാരുമായിട്ട് നമ്മൾ ഡയലോഗ് നടത്തും. നമ്മൾ ഈ KCBC സമ്മേളനത്തിന് ശേഷം സൗകര്യപ്രദമായ സമയത്ത് മുഖ്യമന്ത്രിയുടെ സൗകര്യവും കൂടെ ചോദിച്ചിട്ട് KCBCയുടെ ഒരു ഡെലഗേഷൻ മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയങ്ങൾ അദ്ദേഹവുമായിട്ട് ചർച്ച ചെയ്യും. മുനമ്പം വിഷയം ചർച്ചയാകുമോ? തീർച്ചയായിട്ടും മുനമ്പം വിഷയവും നമ്മുടെ മുമ്പിലുള്ള ഗൗരവമായ, മുനമ്പം വിഷയം മാത്രമല്ല, മുനമ്പം വിഷയം, കാരണം അത് വളരെ ഇപ്പോൾ ഏറ്റവും അടുത്ത് വളരെ ഗൗരവമായിട്ട് നിൽക്കുന്നൊരു വിഷയമാണ് മുനമ്പം വിഷയം. അതുപോലെ തന്നെ നേരത്തെ പോലെ നിലനിൽക്കുന്ന നമ്മുടെ മലനാട്ടിലെ വിഷയങ്ങൾ, വനപ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, തീരദേശത്തിൻ്റെ വിഷയങ്ങൾ. ഇപ്പം കാലവർഷം ആരംഭിക്കുകയാണ്. തീരദേശം വളരെ അസ്വസ്ഥമാണ്, കടൽ കയറാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ തീരദേശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്ത് വളരെ ഗൗരവമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ള മറ്റൊരു മേഖലയാണ് കുട്ടനാട് മേഖലയുടെ വിഷയങ്ങൾ. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുകയും അതൊക്കെ എങ്ങനെ കാലാനുസൃതമായിട്ട് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കാമെന്നുള്ളത് ഗവൺമെൻറ്റുമായിട്ട് നമ്മൾ ഡയലോഗ് ചെയ്യുന്നതാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പും KCBCയുടെ സെക്രട്ടറി ജനറലുമായ മാർ തോമസ് തറയിൽ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. പിതാവേ, വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. 2, 3, 4 തീയതികളിലായിട്ട് പ്രധാനപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യും, നിലപാട് KCBC എടുക്കും. എങ്ങനെയാണ് ഈ ഒരു മീറ്റിങ്ങിനെ നോക്കിക്കാണുന്നത് അങ്ങ്? വളരെ പ്രതീക്ഷയോടുകൂടിയാണ്. കാരണം കേരളത്തിലെ 42ഓളം പിതാക്കന്മാർ, 3 റീത്തുകളിലുമുള്ള 42ഓളം പിതാക്കന്മാർ ഒരുമിച്ചുകൂടി
സഭയുടെയും സമൂഹത്തിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാണ്. 3 റീത്തുകളാണെങ്കിലും നമുക്കൊരു സഭയാണ്. ആ ഒരു വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുമിച്ച് നീങ്ങുന്ന ഒരു സഭയുടെ ചിത്രമാണ് ഈ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിലെല്ലാം. നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ സാധിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വയനാട് ഒക്കെ ദുരന്തമുണ്ടായപ്പോൾ നമുക്ക് 100ഓളം വീടുകൾ KCBCക്ക് തീർത്തു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിലേണ്ട് കുറേ അധികം വീടുകൾ നമ്മൾ തീർത്തു. അത് നല്ല വീടുകൾ തന്നെ നന്നായിട്ട് പണിത് കൊടുക്കാനായിട്ട് സാധിച്ചു. അതിൽ സഭയുടെ മുഴുവൻ ഒരു വലിയ ഒരു സാമ്പത്തിക സമാഹരണം ഒക്കെ ഉണ്ടായിരുന്നു. അത് മുഴുവനായിട്ട് തന്നെ നമുക്കവിടെ ചെലവഴിക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വീടുകളുടെ. അപ്പോൾ അതിൻ്റേതായ വിലയിരുത്തലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ സഭയെ ബാധിക്കുന്ന ആനുകാലിക പ്രശ്നങ്ങൾ, പിന്നെ പുതിയ സർക്കാർ വന്നു, സഭയുടെ പ്രതീക്ഷകൾ, ഇതെല്ലാം ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാനുള്ള വഴികൾ തുറക്കുന്ന ഒരു സമ്മേളനമായിരിക്കും. ഈ ഒരു ന്യൂനപക്ഷം ക്രൈസ്തവർ കേരള ന്യൂനപക്ഷമാണ്. അപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ പലപ്പോഴും സഭ ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും കഴിഞ്ഞ 10 വർഷമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോഴും അതേ ആ കാര്യങ്ങൾ നടക്കുന്നു. JB കോശി കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. മലയോര പ്രദേശത്തെ പ്രശ്നമുണ്ട്, കർഷകരുടെ പ്രശ്നം, തീരദേശ പ്രദേശത്തുണ്ട്, മുനമ്പം വിഷയമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കൊരു ആശ്വാസകരമായ അല്ലെങ്കിൽ പ്രത്യാശയുണ്ടോ ഈ ഒരു സർക്കാരിൽ? സർക്കാരിൽ പ്രത്യാശിക്കണമല്ലോ. മുഖ്യമന്ത്രിയുടെ ഇതുവരെയുള്ള നിലപാടുകളെല്ലാം തന്നെ പോസിറ്റീവാണ്. ഇതെല്ലാം തന്നെ അവർ മനസ്സിലാക്കിയിട്ടുള്ളതാണ് നല്ല രീതിയിൽ. അതുകൊണ്ട് തന്നെ അതെല്ലാം ക്രിയാത്മകമായിട്ട് അതിനെ സമീപിക്കുമെന്നും പരിഹരിക്കുമെന്നും ഒക്കെയുള്ള ഒരു വലിയ പ്രതീക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ട്. നമ്മൾ പിന്നെ ഈ ഗവൺമെൻറ് വന്നിട്ട് 1-2 ആഴ്ചയായുള്ളൂ. നമുക്ക് തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന് തന്നെ. നമ്മൾ ക്രൈസ്തവരൊരിക്കലും ക്രൈസ്തവരുടെ മാത്രമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ പോകാറില്ല. പൊതുസമൂഹത്തെ പൊതുവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ നാട്ടിലെ സമത്വത്തിന് ഹാനികരമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ശബ്ദമുയർത്താറുള്ളത്. അതല്ലെങ്കിൽ പൊതുവെ സർക്കാരുകളുമായിട്ട്, അത് ഏത് സർക്കാരാണെങ്കിലും സഹകരിച്ചു പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ന്. കണ്ണൂർ രൂപത മെത്രാൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ അലക്സ് വടക്കുന്നില പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവേ, ഇങ്ങനെയാണ് ഈ ഒരു വർഷകാല സമ്മേളനത്തെ അങ്ങ് കാണുന്നത്? എത്ര പ്രാധാന്യമുണ്ട്? നടക്കുന്ന ചർച്ചകളൊക്കെ എത്തരത്തിലായിരിക്കും? KCBCയുടെ ഈ വർഷകാല സമ്മേളനം ജൂൺ മാസം നടക്കുമ്പോൾ, പ്രത്യേകിച്ച് മാറിയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ സഭയ്ക്ക് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു നിമിഷമാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ 10 വർഷം LDF കേരളം ഭരിച്ചു. തീർച്ചയായിട്ടും സഭയുമായിട്ട് പലപ്പോഴും വളരെ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം തന്നെയാണ് ഉണ്ടായത്. കാര്യം ശരി, ചില പ്രത്യേക വിഷയങ്ങളെപ്പറ്റി, വിദ്യാഭ്യാസമാകട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചർച്ചകളുണ്ടായിരുന്നു. അതെപ്പോഴും ഉണ്ടാവുമല്ലോ. കാരണം ഭരിക്കുന്ന സർക്കാരിന് അവരുടേതായ കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാകും. പക്ഷേ സഭയ്ക്കെപ്പോഴും ഒരു പ്രത്യേക ദർശനമുണ്ട്. കാരണം ഒരു വിധത്തിലും ഈ കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ഒരു സഹനവും ഉണ്ടാൻ പാടില്ല. സഭയോടൊപ്പം, മനുഷ്യരോടൊപ്പം സഭ എപ്പോഴും നിലകൊള്ളുകയും വേണം. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറിയ സാഹചര്യത്തിലും ആശങ്കകളുണ്ട്. ഉദാഹരണമായി തീരദേശത്തെ ജനങ്ങളുടെ കഷ്ടപ്പാടും സഹനവും തുടരുന്നു. വീണ്ടും മഴക്കാലം വരുമ്പോൾ, പ്രത്യേകിച്ച് ഈ വാർഷിക സമ്മേളനം, ഈ ഒരു ചർച്ച സ്വാഭാവികമായിട്ട് വരും. വഖഫ് വിഷയം, കാരണം മുനമ്പം, പള്ളിപ്പുറം, വൈപ്പിൻ മേഖലയിലെ ആ മനുഷ്യരുടെ ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞു മാറിയിട്ടില്ല. കാര്യം ശരി, പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും അത്ര എളുപ്പമല്ലല്ലോ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തം വരുമ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്യുക. എത്രയും വേഗം അതും ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് വരും എന്നുള്ളതാണ് പ്രതീക്ഷ. അതോടൊപ്പം തന്നെ ഈ ഒരു ഞാൻ KCBCയുടെ ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാൻ കൂടിയാണ്. കുറച്ച് നാളായിട്ട് നമ്മുടെ ആരോഗ്യരംഗം യഥാർത്ഥത്തിൽ സഭയുടെ ഏറ്റവും വലിയ ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ്, ശുശ്രൂഷ രംഗമാണ്. ഒരു വികസനവുമില്ലാത്ത പ്രദേശങ്ങളിൽ പോലും സഭയുടെ സാന്നിധ്യം വിദ്യാഭ്യാസ രംഗത്തും പ്രത്യേകിച്ച് ആതുര ശുശ്രൂഷ രംഗത്തും രോഗി ശുശ്രൂഷയിലും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഈ ഉരുണ്ടുകൂടുന്ന ആ കാർമേഘങ്ങൾ തീർച്ചയായിട്ടും വലിയൊരു ആശങ്കയാണ്.
അങ്ങനെയുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടാകും. അങ്ങനെ വളരെ ക്രിയാത്മകമായിട്ടുള്ള ഫലദായകമായ ഒരു ചർച്ചയും തീരുമാനവും എടുക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഈ കേരള സംസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഒരു അനുകൂല സാഹചര്യം വീണ്ടും വന്നിരിക്കുന്നു. സർക്കാരുമായി കുറച്ചുകൂടെ സൗഹാർദ്ദപരമായിട്ടുള്ള ഡയലോഗും ഡിസ്കഷനും അങ്ങനെ ഫലദായകമായ തീരുമാനവും എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. വ്യക്തിപരമായിട്ട് എനിക്ക് അഡ്വക്കേറ്റ് വി ഡി സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിൽ സന്തോഷം. കാരണം കുറേയും കൂടെ ഒരു ചർച്ചയ്ക്കും സൗഹാർദ്ദപരമായിട്ടുള്ള ഇരുന്ന് പങ്കുവയ്ക്കലിനുമൊക്കെ എപ്പോഴും തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ പഠിച്ച അതേ സ്കൂളിൽ തന്നെയാണ് വി ഡി സതീശൻ പനങ്ങാട് ഹൈസ്കൂളിൽ പഠിച്ചത്. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു അഭിമാനം കൂടിയുണ്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി മാറിയതിൽ. നമുക്ക് ഏറെ പ്രതീക്ഷയോടുകൂടെ ഒരു ആശാവഹമായിട്ടുള്ള കാലഘട്ടത്തിലേക്കാണ് സഭയും കേരള സമൂഹവും പ്രവേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയോടുകൂടിയാണ് ഈ മീറ്റിംഗ് കാണുന്നത്. JB ഘോഷ് കമ്മീഷൻ റിപ്പോർട്ട് കുറേ നാളുകളായിട്ട് അത് പുറത്തു വന്നിരുന്നില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലഘട്ടത്തിൽ അത് പുറത്തു വന്നു. നടപ്പാക്കേണ്ടത് ഇനിയിപ്പോൾ വി ഡി സതീശൻ സർക്കാരാണ്. എങ്ങനെയാണ് സഭ അതിനുള്ളൊരു മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും വലിയ പ്രതീക്ഷയൊന്നും ഈ കുറച്ച് ദിവസം സത്യപ്രതിജ്ഞ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഈ കാലയളവിൽ സഭയ്ക്ക് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനില്ല. കാരണം വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ചില സമൂഹങ്ങൾ കേരള ക്രൈസ്തവ സമൂഹങ്ങളുടെ ഇടയിലുണ്ട്. തീരദേശത്തും പിന്നെ അതേപോലെ തന്നെ വനമേഖലകളിലും തോട്ടം തൊഴിലാളികളും ഒക്കെ ആയിട്ടുള്ളത് അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു ജനാവലി ഈ ക്രൈസ്തവ സമൂഹത്തിലുള്ളവർ. മറ്റു സമുദായങ്ങളെയും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ ആനുപാതികമായിട്ടുള്ള പരിഗണന കേരളത്തിലെ എല്ലാ ജനസമൂഹത്തിനും ഉണ്ടാകണം. അത് പ്രധാനപ്പെട്ടതാണ്. ഒരു സമൂഹത്തെയും ഒരു വിഭാഗത്തെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു ഭരണം നമുക്ക് കരണീയമല്ല. പ്രത്യുത എല്ലാവരുടെയും നന്മ, എല്ലാവരുടെയും വളർച്ച, പുരോഗതി, അതാണ് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയം. തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പിതാവ് നമ്മളോടൊപ്പം ഉണ്ട്. പിതാവെ, വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാ പിതാക്കന്മാരും ഇവിടെ POCയിൽ എത്തിയിട്ടുണ്ട്. എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു വർഷകാല സമ്മേളനം? കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ KCBCയുടെ വർഷകാല സമ്മേളനം തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ, സഭയിലും സമൂഹത്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സഭാംഗങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. അതിലോരോ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് അതിന് മുമ്പ് തീരുമാനങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ചർച്ചകൾ കഴിഞ്ഞ് നൽകുന്നതാണ്. ഇപ്പോൾ സഭ നേരിടുന്ന വെല്ലുവിളികളും അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും മനസ്സിലാക്കുന്നു. മാറിയ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇവയെ നേരിടാൻ സാധിക്കുക, അത് കഴിഞ്ഞ് ഏതായാലും മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ തീരുമാനങ്ങൾ അറിയിക്കുന്നതാണ്. ഗുഡ്നസ് TV ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും പ്രത്യേകം നന്ദിയുണ്ട്.